പാലക്കാട്ടെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറിയാണ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനത്തിനെതിരെ മുതിർന്ന നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. നീക്കത്തിൽ പ്രതിഷേധിച്ച് യോഗം ചേർന്ന വിമത വിഭാഗത്തിലെ 9 കൗൺസിലർമാർ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് സൂചന. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്നും ചേരുന്നത്. പ്രസാദ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം തർക്കങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്നു. അതിലിപ്പോൾ ഒരു യോഗം ചേർന്നിരിക്കുകയാണ്. യോഗത്തിലെ തീരുമാനം ഏതു രീതിയിലാണ്? അതിനിയൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടാകുമോ? സ്വാതി, ഇപ്പോൾ കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗത്തിൻ്റെ യോഗം കഴിഞ്ഞിരിക്കുന്നു. അവർ 9 കൗൺസിലർമാർ ഉൾപ്പെടെ, അതിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്, മറ്റ് കൗൺസിലർമാർ ഉൾപ്പെടെ 9 പേരാണ് രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഇവരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബി.ജെ.പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ്. ഇതിപ്പോൾ പ്രശാന്ത് ശിവൻ നോമിനേഷൻ നൽകി കഴിഞ്ഞിരുന്നു. അതേ തുടർന്ന് തന്നെ ബി.ജെ.പിയുടെ 40 പേരാണ് ഈ വിമത യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം പങ്കെടുത്തിട്ടുള്ളത്. പാലക്കാട് നഗരത്തിലെ നേതാക്കൾ മാത്രമല്ല, പുറത്തുള്ള നേതാക്കൾ ഉൾപ്പെടെ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജില്ലാ പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനം മാറ്റിയില്ലെങ്കിൽ അവർ രാജിവെക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കും. വൈകുന്നേരം പാർട്ടിക്ക് കത്ത് നൽകും. നാളെയാണ് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുക. നാളെ പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചാൽ അവർ കൗൺസിലർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകും എന്നുള്ളതാണ്. അത് ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതാണ്. ബി.ജെ.പി കഴിഞ്ഞ 2 തവണയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ ഈ ബി.ജെ.പിയിലെ ആഭ്യന്തര കലഹം മൂലം അവർക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകും. 28 കൗൺസിലർമാരാണ് ബി.ജെ.പിക്കുള്ളത്. അതിൽ 9 പേരും മാറി നിൽക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബി.ജെ.പിയിലെ ഈ കലാപം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി നേരത്തെ ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നത്, ഞങ്ങൾ ആരും തന്നെ പാർട്ടി വിടാൻ ആലോചിക്കുന്നില്ല, RSSന്റെ ഭാഗമായി ബി.ജെ.പിയുടെ ഭാഗമായി നിൽക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ നിലവിലെ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, അദ്ദേഹം വ്യക്തമാക്കുന്നത് പാർട്ടിക്ക് അത്തരത്തിലൊരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് KM ഹരിദാസ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. പക്ഷേ ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ല. ഒരു മാനദണ്ഡവും ലംഘിച്ചുകൊണ്ടല്ല ഇപ്പോഴത്തെ നാമനിർദ്ദേശം എന്നതുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഈ പ്രശ്നം അങ്ങനെ പെട്ടെന്ന് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവരെല്ലാം തന്നെ, എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ രാജിവെക്കും. അത് ബി.ജെ.പിക്ക് പാലക്കാട് നഗരസഭയിൽ ഭരണനഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഇതിനെ സംസ്ഥാന നേതൃത്വം എങ്ങനെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇവിടെ പാലക്കാട് നഗരത്തിൽ കൃഷ്ണകുമാറിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ സുരേന്ദ്രനോട് ഔദ്യോഗിക വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വിഭാഗം പ്രശാന്ത് ശിവനൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് കരുതേണ്ടത്. ഈ പ്രശ്നം പ്രശാന്ത് ശിവനെ മാറ്റി മറ്റൊരാളെ പ്രസിഡന്റാക്കുമോ എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല എങ്കിൽ രാജിവെക്കുമെന്ന് അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അവർക്ക് ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ശരി പ്രസാദ്, പാലക്കാട് ബി.ജെ.പിയിലാണ് പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത്. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് പ്രശാന്ത് ശിവനെ അംഗീകരിക്കില്ല എന്ന് കൃഷ്ണകുമാർ വിരുദ്ധർ. അവർ യോഗം ചേർന്നു. രാജിവെക്കും എന്നുള്ള ഭീഷണിയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വിവരങ്ങളാണ് പ്രസാദ് നൽകിയത്.